ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഛോട്ടാ മുംബൈ എന്ന മലയാള ചിത്രത്തിൻ്റെ റിവ്യൂ ആയിട്ടാണ്. ഇതിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അൻവർ റഷീദ്, തിരക്കഥ ബെന്നി പി നായരമ്പലം. ഇത് റിലീസ് ചെയ്തത് 2007 ഏപ്രിൽ മാസത്തിലാണ്. ഇതിൻ്റെ നിർമ്മാണം മണിയൻ പിള്ളരാജു നിർവഹിച്ചിരിക്കുന്നു. രചന ബെന്നി പി നായരമ്പലം. സംഗീതം രാഹുൽ രാജ്. മോഹൻലാൽ ആണ് ഇതിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. വാസ്കോ ഡ ഗാമ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. തല എന്നും അദ്ദേഹത്തെ അറിയപ്പെടുന്നു. തല. അതുപോലെ തന്നെ ഇതിൽ നായികയായി വേഷം ചെയ്യുന്നത് ഭാവന, ലത എന്ന കഥാപാത്രമാണ്. ഓട്ടോ ഓടിക്കുന്ന ആളാണ്. ഓട്ടോ ഓടിക്കുന്ന ജോലിയാണ് ലതയ്ക്കുള്ളത്. കൂടാതെ ജഗതി ശ്രീകുമാർ, പടക്കം ബഷീർ, ഇന്ദ്രജിത്ത്, തൊമ്മിച്ചൻ, മണിക്കുട്ടൻ, സൈനു, ഷക്കീല എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. സിദ്ദിഖ്, ചന്ദ്രപ്പൻ, ബിജുക്കുട്ടൻ, സുശീലൻ, അതുകൂടാതെ സായികുമാർ, രാജൻ ബി ദേവ്, മല്ലിക സുകുമാരൻ എന്നീ വൻ താരനിര തന്നെ ഇതിൽ അണിനിരന്നിരിക്കുന്നു. എല്ലാ കഥാപാത്രങ്ങളും വളരെ മനോഹരമായിട്ടാണ് അവരുടെ പാർട്ട് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട്. ഇതിൻ്റെ കഥ നടക്കുന്നത് ഫോർട്ട് കൊച്ചി ആസ്ഥാനമാക്കിയാണ് ഇതിൻ്റെ കഥ നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഭാവനയുടെ അച്ഛനായി വേഷം ചെയ്തിരിക്കുന്നത് രാജൻ ബി ദേവ്, മോഹൻലാലിൻ്റെ അച്ഛനായി വേഷം ചെയ്തിരിക്കുന്നത് സായികുമാർ. അങ്ങനെ വളരെ മനോഹരമായിട്ടാണ് ഈ ചിത്രം ചെയ്തിരിക്കുന്നത്. സുരാജ് വെഞ്ഞാറമൂട് ഇതിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്തിരിക്കുന്നു. അപ്പോൾ തലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചില പ്രശ്നങ്ങൾ. തല വീടിൻ്റെ ആധാരമെടുത്ത് പണയം വയ്ക്കുന്നു. തലയെ വീട്ടിൽ നിന്നും അച്ഛൻ ഇറക്കി വിടുന്നു. ഇങ്ങനെയുള്ള വളരെ രസകരമായ അല്ലെങ്കിൽ കോമഡി, കൂടുതലും ഛോട്ടാ മുംബൈ എന്ന് പറയുമ്പോൾ ഇതിൽ കൂടുതൽ കോമഡി രംഗത്തിനാണ് കൂടുതൽ പ്രാധാന്യം. ഇതിൽ നിറഞ്ഞാടുന്നത് കോമഡി തന്നെയാണ്. വളരെ രസകരമായിട്ടിതിൽ. അതുപോലെ തന്നെ കലാഭവൻ മണി ഇതിൽ വേഷം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ വിനായകൻ, ഇങ്ങനെ ഉള്ള താരനിര തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാവരും അവരുടെ പാർട്ട് വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഈ ചിത്രം റിലീസ് ചെയ്താണ്, ഈ അടുത്തിടെയായിട്ട് റിലീസ് ചെയ്തു. ഛോട്ടാ മുംബൈ അത്ര ജനസ്വീകാര്യത നേടിയ ഒരു ചിത്രം തന്നെയായിരുന്നു ഛോട്ടാ മുംബൈ. വീണ്ടും വീണ്ടും കാണുവാൻ നമുക്ക് തോന്നുന്ന ഒരു ചിത്രമാണ്. എല്ലാം തമാശയിൽ കോർത്തിണക്കിയ ചിത്രമാണ്. ഇതിൽ ലതയുടെ കാമുകനായിട്ട് വേഷം ചെയ്തിരിക്കുന്നു സുരാജ് വെഞ്ഞാറമൂട്. അപ്പോൾ ഈ ലതയ്ക്ക് വേണ്ടി കല്യാണം ആലോചിച്ചിരിക്കുകയാണ് തലയ്ക്ക് വിവാഹം കഴിക്കുവാനൊന്നും യാതൊരു താല്പര്യവുമില്ല. അപ്പോൾ തലയോട് നേരിട്ട് ചെന്ന് ലത പറയുന്നുണ്ട്, എനിക്ക് ഒരു കാമുകനുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒളിച്ചോടുവാൻ പോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ശരി, ഇതെല്ലാം വീട്ടിൽ വന്ന് ഇങ്ങനെ എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയണം എന്ന് അദ്ദേഹം പെണ്ണ് കാണാൻ വരുന്നതിന് മുമ്പ് തന്നെ തലയോട് പറയുന്നുണ്ട്. അപ്പോൾ രാജൻ ബി ദേവാണ് ഈ ഭാവനയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. അവിടെ ചെന്ന് പറയുന്നുണ്ട്, എനിക്ക് വിവാഹമൊന്നും വേണ്ട, ഞാൻ മദ്യപാനിയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അത് സാരമില്ല, ഞാനും മദ്യപിക്കും, നമ്മൾ അമ്മായിയപ്പനും മരുമോനും ഒരുമിച്ചിരുന്ന് മദ്യപിക്കാം. അപ്പോൾ തല പറയുന്നുണ്ട്, ഞാൻ ജയിലിൽ പോയിട്ടുണ്ട്, അത് സാരമില്ല, ഇനി ജയിലിൽ പോകുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാം ജയിലിൽ എന്നൊക്കെ പറയുന്ന രംഗങ്ങൾ വളരെ മനോഹരമായിട്ട് എല്ലാ കഥാപാത്രങ്ങളും ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ മല്ലിക സുകുമാരൻ ഇതിൽ നല്ലൊരു റോളാണുള്ളത്. എന്തുകൊണ്ടും വീണ്ടും വീണ്ടും കാണുവാൻ
തോന്നുന്ന അല്ലെങ്കിൽ നമ്മളെ ഒരു റിലാക്സ് ആക്കുന്ന ഒരു മനോഹര ചിത്രം തന്നെയായിരുന്നു ഛോട്ടാ മുംബൈ. ഇതിലെ ഗാനങ്ങളും വളരെ മികച്ചതാണ്.